നിർജീവമായ വികസന നേട്ടങ്ങളെ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ രാജീവ് ചന്ദ്രശേഖർ തരൂരിനേക്കാൾ ഒരു തട്ട് മുന്നിൽ തന്നെയാണ്. ഇപ്പോൾ തരൂരിന്റെ വായടപ്പിക്കുന്നതിനുള്ള 5 ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ശ്രീ തരൂർ, സംവാദങ്ങൾ 2 ആഴ്ചയായി പല വേദികളിൽ നടന്നതും പല ചോദ്യങ്ങളിലും താങ്കൾ ഉത്തരം മുട്ടി നിൽക്കുന്നതും ജനങ്ങൾ കണ്ടതാണ്. പ്രതിരോധത്തിലായ താങ്കൾ എനിക്കെതിരെ മാത്രമല്ല ഇവിടുത്തെ മതസാമുദായിക സംഘടനകൾക്കെതിരെയും മ്ലേച്ഛമായ പരാമർശങ്ങൾ നടത്തി നുണയുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്. ആദ്യം താങ്കൾ ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നേ തീരൂ. ചോദ്യങ്ങൾ ഇപ്രകാരമാണ്. ആദ്യത്തേത്, ആരാണ് എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്ന് പറയുന്ന ആ മതസാമുദായിക നേതാക്കൾ? എന്തിനാണ് ബഹുമാന്യരായ ഈ ആളുകളെ താങ്കൾ പച്ചക്കള്ളത്തിന്റെ ഇരുട്ടിൽ നിർത്തിയത്? ചോദ്യം 2, 15 വർഷത്തിനിടയിൽ താങ്കൾ ഇങ്ങനെയുള്ള ആളുകളെ സമീപിച്ചിരുന്നോ, അല്ലെങ്കിൽ അവർ താങ്കളെ സമീപിച്ചിരുന്നോ? ചോദ്യം 3, നുണയുടെ രാഷ്ട്രീയം പറയുന്നത് താങ്കൾ അവസാനിപ്പിക്കുമോ? ഈ ആരോപണങ്ങൾ പിൻവലിച്ച് എന്നോടും സമുന്നതരായ മതസാമുദായിക സംഘടനകളോടും മാപ്പ് പറയാൻ താങ്കൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള സംവാദം നമുക്ക് നടത്താം. രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പറ്റി പരാമർശിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ദേശീയ തലത്തിൽ പോലും ഏറെ ശ്രദ്ധ നേടിയ ലോക്സഭാ മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ NDAക്ക് പോലും ഏറെ പ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. പക്ഷേ കഴിഞ്ഞ 3 തവണകളിലായിട്ട് വിജയിച്ചു വരുന്നത് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂരാണ്. പക്ഷേ ഇന്നിപ്പോൾ ശശി തരൂരിന്റെ ജനസ്വീകാര്യത പരിശോധിക്കുമ്പോൾ ശശി തരൂർ ഏറെ ദൂരം പിന്നിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഉദാഹരണമാണ് തരൂരിനെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും ഭാഗത്തു നിന്നുണ്ടായ കൂകിവിളികളെല്ലാം തന്നെ. യഥാർത്ഥത്തിൽ ഇത്തരമൊരു പ്രതിഷേധം മറ്റൊരു സ്ഥാനാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കില്ല, അതും സ്വന്തം പാർട്ടിയിൽ നിന്നും. അത്ര വലിയ പ്രതിഷേധം പോലും സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും നേരിടേണ്ട ഒരു സ്ഥാനാർത്ഥിയായി ശശി തരൂർ മാറിക്കഴിഞ്ഞു. ശശി തരൂർ എന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെയും UDFന്റെയും ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വപുരുഷൻ എന്ന് പറയുന്ന വലിയൊരു ഇമേജ് എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ ചരിത്രത്തിൽ തന്നെ തരൂർ എന്ന് പറയുന്ന ആ ചരിത്രം എഴുതി തീർക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു കോൺഗ്രസ്. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ് പറഞ്ഞു വരുന്ന ചരിത്രം തരൂരിന്റെ പേരിൽ എഴുതപ്പെടും. പക്ഷേ ആ ചരിത്രം എഴുതുന്നത് യഥാർത്ഥത്തിൽ ജനകീയനായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നേതാവ് എന്ന നിലയിലായിരിക്കില്ല, സ്വന്തം പാർട്ടികളിൽ നിന്ന് പോലും കൂകി വിളി കേട്ട ഒരു നേതാവ് എന്ന നിലയിലായിരിക്കും. വലിയ തിരിച്ചടി തന്നെയാണ് ഇന്നലെ നടന്ന സംഭവം കോൺഗ്രസിനും UDF നേതൃത്വത്തിനുമെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇനി NDA സ്ഥാനാർത്ഥിയിലേക്ക് തിരിച്ചു വരാം. NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് ആദ്യം മത്സരിക്കാനായി എത്തിയ സാഹചര്യത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ഇറങ്ങിച്ചെന്നത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലെ ജനങ്ങൾക്കിടയിലേക്കാണ്. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവരുടെ പരാതികളെല്ലാം തന്നെ കേൾക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ആ പരാതികൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പല സ്ഥാനാർത്ഥികളെയും പല നേതാക്കളെയും കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരുപക്ഷെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടായിരിക്കാം, പരാതികളെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എത്രമാത്രം പരാതികൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചോദ്യം അവിടെ ചോദ്യമായി തന്നെ അവശേഷിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ തീരദേശ മേഖലയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്ത ശേഷം കൃത്യമായി തന്നെ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ആ പരാതികളെല്ലാം തന്നെ തീർത്തു കൊടുക്കുകയും ചെയ്തത്. അത് വലിയ അതിശയം തന്നെയാണ്. ആ തീരദേശ മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലങ്ങളായി അനുഭവിച്ചിരുന്ന വലിയ ഒരു പ്രശ്നത്തിനും പ്രതിസന്ധിക്കും തന്നെയാണ് കേവലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പരിഹാരം കണ്ടത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മാറ്റം കൂടുന്നുണ്ട്. ഇനി കേവലം തീരദേശ മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതാണോ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനങ്ങൾ എന്ന ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാണ്. അല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. തീരദേശ മേഖലയിൽ മാത്രമല്ല, നഗരങ്ങളിലാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും എല്ലാ പ്രദേശങ്ങളിലേക്കും അദ്ദേഹത്തിന് ഓടിയെത്താൻ സാധിക്കുന്നുണ്ടെന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി വരുന്നത് ശശി തരൂർ തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. പലപ്പോഴും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന് പോലും മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളും എല്ലാം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ UDFന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രൂക്ഷമായ
രൂക്ഷമായ ഭാഷയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത് ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു. സ്വാഭാവികമാണ്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാകുന്ന സാഹചര്യത്തിൽ പരസ്പരമുള്ള ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളും സംവാദങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ പച്ചക്കള്ളത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നല്ല വ്യക്തമായി തന്നെ പറയുന്നത്. പക്ഷേ മാത്രമല്ല, അവിടെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ, ആ ഉത്തരങ്ങളിൽ അദ്ദേഹം സംതൃപ്തനായി കഴിഞ്ഞാൽ തീർത്തും ആശയപരമായ, തീർത്തും രാഷ്ട്രീയപരമായ, ആരോഗ്യപരമായ സംവാദങ്ങൾക്ക് നമുക്ക് തുടക്കമിടാമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. എന്നാൽ അതേസമയം തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും 3 തവണകളായിട്ട് അദ്ദേഹം MP ആയതിനു ശേഷം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ ഏറെ പ്രസക്തമായി നിൽക്കുകയാണ്. എന്താണ് വോട്ടർമാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത്? ആകെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രമാണല്ലോ അങ്ങോട്ട് വരുന്നത് എന്ന് ജനങ്ങൾ പോലും തിരിച്ച് ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും ജനങ്ങൾക്ക് പോലും അറിയില്ല ഇത്തരമൊരു MP തങ്ങൾക്കുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കടന്നുപോയിരിക്കുകയാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അദ്ദേഹം ഇപ്പോഴും വിശ്വപൗരൻ എന്ന് പറയുന്ന ആ ഇമേജ് തന്നെ നിൽക്കുകയാണ്. ആ വ്യക്തിപ്രഭാവത്തിൽ നിന്നും മടങ്ങി വരാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് പോലും ഇറങ്ങി ചെല്ലാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതും ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി ശശി തരൂർ ഈ 3 തവണകളായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായ ചോദ്യത്തിനും അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പാർലമെന്റിൽ പോലും സംസാരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ചോദ്യവും ഏറെ പ്രസക്തമായി സ്വന്തം അണികൾക്ക് മുന്നിൽ നിന്ന് പോലും വരുന്ന സാഹചര്യത്തിൽ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപുരുഷന്റെ ബിംബം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ സാഹചര്യത്തിലാണ് NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: താൻ മത്സരിക്കുന്നത് ഇനി വിശ്വപുരുഷനാകാൻ വേണ്ടി മാത്രമല്ല, താൻ മത്സരിക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞ സാധാരണക്കാരായ ജനങ്ങളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടിയല്ല, താൻ മത്സരിക്കുന്നത് തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് അല്ലെങ്കിൽ അവരുടെ വികസനത്തിനോ അല്ലെങ്കിൽ അവർക്കോ വേണ്ടിയാണ് എന്നാണ്. എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഏറെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കെല്ലാം തന്നെ തുടക്കമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇനി എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ശശി തരൂരിനെതിരെ വലിയ തരത്തിലുള്ള ജനവിരുദ്ധ വികാരങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. യഥാർത്ഥത്തിൽ NDA സംബന്ധിച്ചിടത്തോളമാണെങ്കിലും BJP സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഇത് തന്നെയാണ് ഏറെ പ്രതീക്ഷ നൽകുന്ന ഘടകവും.